മുകേഷ് അംബാനിയുടെ 15,000 കോടി രൂപ വിലമതിക്കുന്ന വീട് വഖഫ് സ്വത്തായിരുന്നുവെന്ന് വാദിച്ച് അസദുദ്ദീൻ ഒവൈസി. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര വസതികളിൽ ഒന്നായ ആന്റലിയ വഖഫ് സ്വത്തുകളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ചർച്ച ചെയ്യുമ്പോൾ 2025 വഖഫ് നിയമ ഭേദഗതി കുടുംബത്തിന് വലിയ തലവേദനയാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ത്യൻ വ്യവസായി മുകേഷ് അംബാനിയുടെ മുംബൈയിലെ വീടായ 15,000 കോടി രൂപ മൂല്യമുള്ള ആഡംബര സമുച്ചയമാണ് വിവാദത്തിലായിരിക്കുന്നത്. 2025 വഖഫ് നിയമ ഭേദഗതി കുടുംബത്തിന് വലിയ തലവേദനയായേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്രം പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലാണ് 27 നിലകളുള്ള ഈ ആഡംബര വസതിയെ വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നത്. ആന്റലിയ നിർമ്മിച്ചിരിക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്നാണ് ആരോപണം. മുംബൈയിൽ ആന്റലിയ സ്ഥിതി ചെയ്യുന്ന ഭൂമി യഥാർത്ഥത്തിൽ വഖഫ് സ്വത്തായിരുന്നുവെന്ന് വാദിച്ചുകൊണ്ട് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. 2002 മുംബൈയിലെ ആൾട്ടമൗണ്ട് റോഡിൽ 4,532 ചതുശ്ര മീറ്റർ വിസ്തീർണമുള്ള പ്ലോട്ട് അംബാനി 21.5 കോടി രൂപയ്ക്ക് വാങ്ങുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഭൂമി കരീംഭായ് ഇബ്രാഹിം ട്രസ്റ്റ് കൈകാര്യം ചെയ്തിരുന്നതാണ്. ഈ ഭൂമി മുമ്പ് വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും ഒരു അനാഥാലയത്തിനും മതപാഠശാലയ്ക്കുമായി അനുവദിച്ചിരുന്നെന്നുമാണ് അവകാശവാദം. മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും സ്വത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന്റെ പഴയ വീഡിയോകൾ വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ്. ആന്റലിയയുടെ കാര്യത്തിൽ ഭൂമി വിൽപ്പനയും ഇടപാടുമെല്ലാം കൂടുതൽ നിയമപരമായ വെല്ലുവിളികൾ നേരിടുമോ എന്ന് കണ്ടറിയേണ്ടി വരും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.